Welcome back to Nora Times, and I'm here to share my journey with you guys. Today's video is all about the things you do in Mysore. അത് മാത്രമല്ല, ഞാനുള്ളത് ബാംഗ്ലൂരാണ്. ഇവിടുന്ന് എങ്ങനെ മൈസൂർ പോകാം, അവിടെ എത്ര ഡേയ്സ് വേണം, അവിടുത്തെ മേജർ ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ കവർ ചെയ്യാൻ എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള വീഡിയോ ആണ്. എനിക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ടായിരുന്നു മൈസൂർ. അതുപോലെ തന്നെ അവിടെ ഒരു എക്സാമും ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മൈസൂർ വിസിറ്റ് ചെയ്തത്. ബാംഗ്ലൂരിലത്തെ മെയിൻ സ്റ്റേഷനായ SBC റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറൗണ്ട് 15 to 20 ട്രെയിൻസോളം മൈസൂർക്ക് ഉണ്ട്. ഡെയിലി റണ്ണിങ് ആണ്. പിന്നെ റോഡ് വഴി പോവുകയാണെങ്കിൽ 150+ കിലോമീറ്റേഴ്സും ഉണ്ട്. മൈസൂർ സിറ്റിയിൽ തന്നെയാണ്, പ്രോപ്പർ സിറ്റിയിൽ തന്നെയാണ് മൈസൂർ പാലസ് വരുന്നത്. മൈസൂർ പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് സൂ വരുന്നത്. അവിടെ തന്നെ ഇപ്പോൾ ഒരു മെറൈൻ അക്വാറിയം സെറ്റപ്പും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം കൊണ്ട് ഇത്രയും സ്പോട്ടുകൾ, ഇതിപ്പോൾ ഞാൻ 3 എണ്ണം പറഞ്ഞത് കവർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് 3 നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാണാനുള്ള ചാമുണ്ഡി ഹിൽസും അതുപോലെ ടിപ്പു സുൽത്താൻ്റെ മക്ബറ കാര്യങ്ങളൊന്നും നമുക്ക് പറ്റത്തില്ല, കണ്ടു തീർക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഏരിയ കൂടിയ ഒരു സ്പേസാണ് ഈ സൂ നിൽക്കുന്നത്. അത് കണ്ടു തീർക്കുമ്പോൾ തന്നെ ഹാഫ് ഡേ നമുക്ക് പോവും. പിന്നെ എന്താ പറയുക, പാലസും കൂടി കണ്ടു തീർക്കുമ്പോഴത്തേനും അന്നത്തെ ദിവസം തീർന്നു ആക്ച്വലി. കാരണം എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും 6 മണി 5:30-6 മണി ആകുമ്പോഴത്തേനും ക്ലോസ് ചെയ്യും. പിന്നെ 2 days മാക്സിമം മതി മൈസൂർ. അതിലും കൂടുതലൊന്നും കാണാനുള്ളതൊന്നും മൈസൂരില്ല. പിന്നെ വിസിറ്റ് ചെയ്യുമ്പോൾ ദസറ ടൈമിൽ വിസിറ്റ് ചെയ്യാൻ നോക്കുക. അത് അവിടുത്തെ ഫെസ്റ്റീവ് ടൈമാണ്. അപ്പോൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് വേർത്തായിരിക്കും നിങ്ങളുടെ ട്രാവൽ. ഐ ഗസ് ടിക്കറ്റ് അഡൾട്ടിന് പെർ പേഴ്സൺ 100 or 50 അത്രയൊക്കെ വരുന്നുള്ളൂ. അത്ര പൈസ കൊടുത്ത് കാണാനുള്ളതുണ്ട് സൂ. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ നൈറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ബൃന്ദാവൻ ഗാർഡനിൽ രാത്രി വാട്ടർ ഷോ ഉണ്ട്. അതെന്തായാലും മിസ് ചെയ്യരുത്. ഞാൻ അതിൻ്റെ വീഡിയോ ക്ലിപ്പാണ് ഈ കാണുന്നത്. ഇത് ഞാൻ അവിടുത്തെ സോങ് വെച്ചിട്ട് ഞാൻ ഇടാം. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൂവിൽ തന്നെ അകത്തൊരു ഫുഡ് സ്പോട്ട് ഉണ്ട്. ഞാൻ അവിടുന്ന് കഴിച്ച ഫുഡിൻ്റെ വീഡിയോ ഞാൻ ഇടാം. പിന്നെ എല്ലാ ഫുഡിനും നോർമൽ എല്ലായിടെയും വരുന്ന റേറ്റ് ഉള്ളൂ, കൂടുതൽ റേറ്റ് ഒന്നും അവിടെ ഇല്ല. ഇതാണ് ഞാൻ ഉച്ചക്ക് സൂവിൻ്റെ അകത്തുനിന്ന് കഴിച്ച ഫുഡാണ്. ഇത് ഫുള്ള് വെജാട്ടോ. വെജ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എന്തായാലും വെർത്താണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് സൂ കണ്ട് പാലസ് കണ്ടിട്ട് നേരെ ബൃന്ദാവൻ പോവാം, വാട്ടർ ഷോ ഒക്കെ കാണാം. സെക്കൻഡ് ഡേ നിങ്ങൾക്ക് എവിടെ പോവാം, ചാമുണ്ടേശ്വരി ഹില്ല് പോവാം. ഇത് ചാമുണ്ടേശ്വരി ഹില്ല് പോകുന്ന വഴിക്കുള്ള ഒരു സാൻഡ് മ്യൂസിയം ആണ്. സാൻഡ് മ്യൂസിയത്തിൻ്റെ അകത്തുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. സാൻഡ് മ്യൂസിയം അത്രക്ക് വെളുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളുത്തൊന്നും അല്ല. ഒരു ചെറിയൊരു സ്പോട്ടിൽ കുറച്ച് മണ്ണുകൊണ്ട് ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഇത് ചാമുണ്ടേശ്വരി ഹില്ലിലോട്ട് പോകുമ്പോൾ ചുരം കയറിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ചാമുണ്ടേശ്വരി ഹില്ല് പോവുകയാണെങ്കിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ടെമ്പിളിലും കയറാം. അവിടുന്ന് പൂജ ഒക്കെ നടക്കുന്നുണ്ടാവും. ഡെയിലി അവിടെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അതൊക്കെ മേടിച്ചിട്ട് പൂജ ചെയ്യുന്നവർക്ക് പൂജ ചെയ്യാം. പൂജ ചെയ്യാത്തവർക്കാണെങ്കിൽ അത്രയും പുരാതനമായ സ്ഥലം കണ്ടിട്ട് തിരിച്ച് അവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. കാരണം അവിടെ നല്ല വില കുറവാണ്. ഞാൻ അവിടുന്ന് ഹാൻഡ് ബാഗൊക്കെ മേടിച്ചായിരുന്നു. ഹാൻഡ് ബാഗിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. 200 rupees ഉള്ളൂ. ഞാൻ ഇപ്പോഴും സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് ആ ബാഗ്. മൈസൂർ പിന്നെ രാത്രി ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യമാണ് ഈ ഹോഴ്സ് റൈഡിങ്. പിന്നെ ചാമുണ്ടേശ്വരി കണ്ടിറങ്ങി അന്നത്തെ ദിവസം നിങ്ങൾക്ക് സുൽത്താൻ്റെ, അതായത് ടിപ്പു സുൽത്താൻ്റെ മക്ബറ കാണാം. പിന്നെ അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ വണ്ടി റെൻ്റ് എടുക്കുക. അതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ ഓപ്ഷൻ ഫോർ ട്രാവൽ. ബിക്കോസ് അവിടുത്തെ ലോക്കൽ ഓട്ടോക്കാരൊക്കെ നല്ല പൈസ ചാർജ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ലിക്വിഡ് മണി കുറച്ച് കയ്യിൽ കരുതുക അക്കൗണ്ടിലാണെങ്കിൽ. കാരണം ഞാൻ പോയപ്പോൾ ഞാനൊരു 100 rupees അവിടുത്തെ ഒരു ലോക്കൽ ഷോപ്പിൽ ചോദിച്ചപ്പോൾ 100 rupees എനിക്ക് അവർ GPay ചെയ്ത് കയ്യിൽ തരണമെങ്കിൽ ഞാൻ 110 അല്ലെങ്കിൽ 120 ഒക്കെ അവർക്ക് അയച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ അവിടുത്തെ ലോക്കൽ പീപ്പിൾസിൻ്റെ ടൂറിസ്റ്റിനോടുള്ള അപ്രോച്ച്. കാലത്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഈ ഹോഴ്സ് റൈഡിന് പോകുമ്പോഴും കാണാൻ, കാരണം രാത്രിക്കത്തെ വ്യൂവും വെളുത്താണ്. രാത്രി ഞാൻ ക്ലോസിങ് ടൈം കഴിഞ്ഞ് പോയതുകൊണ്ട് എനിക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റി, ഇല്ലെങ്കിൽ ഉള്ളിൽ കയറി എടുക്കായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ വേറൊരു സ്പോട്ടാണ് സെൻറ്റ് ഫിലോമിനാസ് കാത്തഡ്രൽ. ഈ ചർച്ച് വിസിറ്റ് ചെയ്യാം.
എല്ലാ സ്പോട്ടും ഞാൻ പറഞ്ഞ പോലെ 5:30-6 മണിക്ക് പൂട്ടുന്നതുകൊണ്ട് മാക്സിമം എല്ലാ സ്പോർട്സും അതിന് മുൻപ് തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് മൈസൂർ കാണാനുള്ളൂ. പിന്നെ ഉള്ളത് ടിപ്പു സുൽത്താൻ്റെയും അലി ഹൈദറിൻ്റെയും ഒക്കെ എന്താ പറയുക മക്ബറാസും അവരുടെ മ്യൂസിയം കാര്യങ്ങളൊക്കെയാണ്. സമയമുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി കാണാം. എന്തായാലും അത് ഹിസ്റ്റോറിക്കൽ സ്പോർട്സ് അല്ലേ, അപ്പോൾ അതും കൂടി കണ്ടിട്ട് തിരിച്ചു വരാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ദിവസം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയത് മൈസൂർ പാലസിൻ്റെ അടുത്ത് തന്നെ സൂ കഴിഞ്ഞാൽ മറൈൻ അക്വേറിയം കാണുക, സെൻറ്റ് ഫിലോമിനാസ് കാത്തഡ്രൽ കാണുക. എന്നിട്ട് അന്നത്തെ ദിവസം റൂമിൽ പോയി രാത്രിയാകുമ്പോൾ വന്നിട്ട് ഒന്നും കൂടി നിങ്ങൾക്ക് മൈസൂർ പാലസ് വിസിറ്റ് ചെയ്യാം നൈറ്റ് ടൈം വ്യൂ കിട്ടണമെങ്കിൽ. സെക്കൻഡ് ഡേ നിങ്ങൾക്ക് മക്ബറ അതുപോലെ ടിപ്പു സുൽത്താൻ്റെ മ്യൂസിയം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ ചാമുണ്ടി പോവുക. ചാമുണ്ടി പോകുന്ന വഴിക്ക് തന്നെയാണ് എന്തുള്ളത്, സാൻഡ് മ്യൂസിയം ഉള്ളത്. അതും കണ്ടു കഴിഞ്ഞിട്ട് രാത്രി ബൃന്ദാവൻ ഗാർഡനും കൂടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈസൂരത്തെ ടൂറിസ്റ്റ് ടൂറ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആ ട്രിപ്പ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്.